ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ് കാണിക്കുന്നത്. പോംപോംസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വൂളൻ നൂലാണ്. വൂളൻ നൂല് വെച്ചിട്ടാണ് പോംപോംസ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് ചുറ്റാനൊരു ബോക്സോ കാർഡ്ബോർഡോ ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൂടെ നമുക്കെടുക്കാം. എന്നിട്ട് നമ്മളതിൽ ചുറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്കിത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി കെട്ടണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് കഷ്ണങ്ങൾ മുറിച്ച് വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം ഇത് നമുക്ക് ചുറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു 35 ചുറ്റാണ് ഈ നൂല് ചുറ്റിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചുറ്റാം. നമുക്ക് ഒരുപാട് കുറഞ്ഞു പോയത് ഒരു 25-30 ചുറ്റൊക്കെ മിനിമം ചുറ്റണം. എന്നാലേ പോംപോംസിന് കുറച്ച് കട്ടി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇത് ചുറ്റിക്കഴിഞ്ഞ് നമ്മൾ 35, ഞാനിവിടെ ചുറ്റിയിരിക്കുന്നത് 35 ചുറ്റാണ്. അത് ചുറ്റിക്കഴിഞ്ഞ് നമ്മൾ നൂല് കട്ട് ചെയ്തിട്ട് അത് കെട്ടുമ്പോൾ അതിൻ്റെ കെട്ടും കുറച്ച് ടൈറ്റായിട്ടിരിക്കണം. നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടാൻ ശ്രദ്ധിക്കണം. അത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം. നമ്മൾ കെട്ടുമ്പോൾ കെട്ട് ടൈറ്റായിട്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ പോംപോംസ് ആയിട്ട് ചെറിയ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂലുകളൊക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് കെട്ടുമ്പോൾ ടൈറ്റായിട്ട് കെട്ടണം. ഇത്രേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. വളരെ എളുപ്പമായിട്ട് എല്ലാവർക്കും ചെയ്യാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കാം. നമ്മുടെ ഡ്രസ്സിൽ ഹാങ്ങിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം. കുട്ടികളുടെ ഉടുപ്പിലൊക്കെ നമുക്കിങ്ങനെ സ്കേർട്ടിനൊക്കെ സൈഡിൽ ഇങ്ങനെ ഹാങ്ങിങ്സ് ആക്കി കൊടുക്കാം. സാരിയുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ ഒരു വള്ളി വെച്ചിട്ട് അതിലിങ്ങനെ കഴുത്തിന് വെച്ചിട്ട് തൂക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ കമ്മലായിട്ടും മാലയായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഈ പോംപോംസ് യൂസ് ചെയ്യാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം.